അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 9ാം ക്ലാസിന്റെ തസ്കിയത്തുൽ ബിൽദാൻ രണ്ടാമത്തെ പാഠം തൃപ്തിയുള്ളവനായി ജീവിക്കുക. അതാണ് ഇപ്പം നമ്മളുള്ളത്. تعيش حميدا رفيع القدر والشاني. അവിടെ ഇനിയാണ് പാട്ടിന് വേണ്ടി വശാനി നാക്കിയതാണ്. വൈഷ് കനൂഅൻ ബിലാ ഹിർസിൻ വലാ തമഇ. അത്യാഗ്രഹമോ ദുരാശയോ ഇല്ലാതെ നീ സംതൃപ്തിയോടെ ജീവിക്കുക. എങ്കിൽ ഉന്നതമായ പദവിയും അന്തസ്സുള്ളവനായി പ്രശംസനീയനായി നിനക്ക് ജീവിക്കാം. ഇന്നൽ ഗനിയ ഗനിയുൻ നഫ്സി ഖാനിഉഹാ മുവഫിറുൽ ഹവ്വി മിൻ സുഹദിൻ വഈമാനി. തീർച്ചയായും യഥാർത്ഥ ധനികൻ എന്നാൽ മനസംതൃപ്തിയുള്ളവനാണ്, അഥവാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. പണം കുറെ ഉണ്ട്, വീട്ടിലൊന്നും പ്രശ്നങ്ങളാ, ഭാര്യയും മക്കളുമായിട്ട് പ്രശ്ന, കോടികൾ ബാങ്കിലുണ്ട്, അവരെന്ത് ഖനിയാണ്. ഒരു ഖനിയല്ല, മനസ്സിന് സമാധാനം വേണം. അതാണ് ഖനി, ധനികൻ എന്ന് പറഞ്ഞാൽ. ഭൗതിക വിരക്തിയിൽ നിന്നും അഥവാ ജുഹുദ്, ഈമാൻ വിശ്വാസത്തിൽ നിന്നും വലിയൊരു വിധം ഭാഗ്യം ലഭിച്ചവനാണ്. വലിയ ജുഹുദ് ഇഷ്ടം പോലെ കിട്ടിയിരിക്കണ, ഈമാനും ഇഷ്ടം പോലെ കിട്ടി, അവനാണോ യഥാർത്ഥ ധനികൻ. ബാക്കി പിന്നെ അവൻ പുണ്യനാണ്, ബറാണ്, പുണ്യം ചെയ്യുന്നവനും ഔദാര്യമുള്ളവനുമാണ്. ബറും കരീമും സഖിയും നഫ്സി, ഔദാര്യമുള്ളവനുമാണവൻ എന്ന് പറയാണ്. ദാനശീലമുള്ള മനുഷ്യരോട് തന്റെ ഇരു കൈകളും ഇത് കേരളക്കാരെ ഭാഷയാണ്, അത് മലയാളത്തിലാക്കിയതാ. പെട്ടെന്ന് കണ്ണ് പറ്റിപ്പോയി. 47 കഴിഞ്ഞാൽ അങ്ങനെ കണ്ടെന്നൊക്കെ ഉണ്ടാവുമ്പോ നല്ല ആരോഗ്യവാസിട്ട് കണ്ണൊക്കെ ചേർട്ടെ. അപ്പൊ ദാനശീലമുള്ള മനസ്സോടെ തന്റെ ഇരു കരങ്ങളിലും വന്നു ചേർന്ന ഭൗതിക വിഭവങ്ങൾ പൂർണ്ണമായി ദൃഢവിശ്വാസത്തോടെ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നു. അതങ്ങനെ പറയാൻ കാരണം, മുഴുവൻ ചെലവഴിക്കൽ നല്ല നിബന്ധന ഷറയിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ പിന്നെ ഖേദിക്കൂ, ബച്ചോനെ കൊടുത്തു കുടുങ്ങിയല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് നല്ല ദൃഢവിശ്വാസം നിനക്കുണ്ടോ, ദൃഢവിശ്വാസത്തോടെ അല്ലാഹ് എന്നെ കൈവടിയില്ല, ദുനിയാവേ എനിക്ക് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുള്ളൂ, എന്റെ ആഖിറം നഷ്ടപ്പെടൂല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ അവന്റെ ദുനിയാവിലേക്ക് വന്ന എല്ലാ ഭൗതിക സുഖങ്ങളെയും വിഭവങ്ങളെയും മറ്റുള്ളവർക്ക് നൽകുന്നവൻ. കൊണ്ടൊരു സ്ഥലം അങ്ങനെയല്ലേ, അങ്ങനെയല്ലായിരുന്നു. എത്രയെത്ര മഹാന്മാർ അങ്ങനെയായിരുന്നു. അവരുടെ കയ്യിലേക്ക് എന്ത് വന്നാലും അതവർ ദാനം ചെയ്തു കഴിഞ്ഞു.
അവര് വീട്ടിലേക്ക് അത് മാറ്റിവെച്ചിട്ടില്ല, കുടുംബത്തിന് മാറ്റിവെച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അങ്ങനെയല്ലേ, സ്വഹാബത്ത് പറഞ്ഞത് അങ്ങനെയല്ലേ. അജുവദ് വീട്ടിൽപ്പെട്ട കഷ്ടപ്പാടുകളായിരിക്കും, പക്ഷേ ചോദിച്ചുറങ്ങവൻ നൽകണമെന്ന അതിയായ ആഗ്രഹം അവിടുന്ന് പ്രകടിപ്പിച്ചു. കിട്ടിയതെല്ലാം ദൃഢമായ വിശ്വാസത്തോടെ ആവശ്യമുള്ള കരങ്ങളിലേക്ക് മാറ്റിക്കൊടുത്തു. അതോ ബാക്കി മുനവ്വറുൽ ഖൽബി യഖ്ശല്ലാഹ യഅ്ബുദുഹു വയത്തഖീഹി ബിസ്റാരിൻ വയലാനി. മുനവ്വറുൽ ഖൽബി യഖ്ശല്ലാഹ യഅ്ബുദുഹു, പ്രകാശിതമായ ഹൃദയമുള്ളവനാണവൻ. മുനവ്വറുൽ ഖൽബ്, പ്രകാശമുള്ള ഹൃദയമുള്ളവനാണവൻ. യഖ്ശല്ലാഹ യഅ്ബുദുഹു, അവൻ അല്ലാഹുവെ ഭയപ്പെടുകയും അവൻ ആരാധിക്കുകയും ചെയ്യുന്നു. അത്രമല്ല, രഹസ്യമായും പരസ്യമായും അവൻ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നു, അഥവാ തഖ്വ പുലർത്തുന്നു. തഖ്വ എന്ന് പറഞ്ഞ ഇംതിസാലു അവ്വാമിരില്ലാഹി വജിതീനാബു നവാഹി, അള്ളാഹ്ക്ക് അനുസരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി തെറ്റുകളെ മാറ്റി നിർത്തുക, പരസ്യത്തിലല്ല രഹസ്യത്തിൽ. അങ്ങനെയാണ് ആ മനുഷ്യൻ. പിന്നെ പറയാണ് മുഅയ്യദുൻ റാസിഖുൻ ഫിൽ ഇൽമി മുതബിറുൻ അഥറ റസൂലി ബിഇഖ്ലാസിൻ വഇഹ്സാനി. മുഅയ്യദുൻ റാസിഖുൻ ഫിൽ ഇൽമി, അവൻ അല്ലാഹുവിന്റെ സഹായം ലഭിച്ചവനും അറിവിൽ ആയമുള്ളവനാണ്. റാസിഖുൻ ഫിൽ ഇൽം, അറിവിൽ ആയമുള്ളവനുമാണ്. മുതബിഉൻ അഥറ റസൂലി ബിഇഖ്ലാസിൻ വഇഹ്സാനി, തികഞ്ഞ ആത്മാർത്ഥതയോടെയും നന്മയോടുകൂടെ പ്രവാചകന്റെ ചര്യകൾ അഥവാ സുന്നത്തുകൾ അവൻ പിന്തുടരുന്നു. എങ്ങനെയാ ഇപ്പൊ മൗലൂദ് കഴിച്ചാതെക്കുക? അവരും കഴിച്ച് ഇവിടെയും കഴിച്ച് ഇങ്ങനെ നമ്മള് റബീഉൽ അവ്വലിൽ എങ്ങനെയാ ഇപ്പൊ കഴിച്ചാതെക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് ഞാൻ പറഞ്ഞതാ. അതല്ലെങ്കിൽ എങ്ങനെയാ ഇപ്പൊ സുന്നത്ത് നിസ്കരിക്കാതെക്കുക? ഓനൊക്കെ അത് നിസ്കരിക്കണേ. അപ്പൊ ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താകും? അതുപോലെ തന്നെ ധർമ്മം ചെയ്യുന്ന സമയത്ത് നിർബന്ധമല്ലാത്ത സ്വതക്ക ചെയ്യുമ്പോ ഓൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തില്ലെങ്കിൽ മോശമാവൂലേ? എടോ, അത് സുന്നത്തിനെ പിൻപറ്റലല്ല. സുന്നത്തിനെ പിൻപറ്റിയാൽ അസൗള്ള പിൻപറ്റൽ എങ്ങനെയാണ്? തികഞ്ഞ ആത്മാർത്ഥതയോടൊപ്പം നന്മയോടും കൂടെ. ശ്രദ്ധിക്കണേ, ഈ കവിത പ്രശസ്ത പണ്ഡിതനായ ഇബ്നുല്ലാഹി ഇബ്നുൽ ഹജ്ജാജ് എന്നവർ അദ്ദുററുൽ മൻദൂം തെറ്റിപ്പോയി. ഇവിടെ ഇതൊക്കെ ഉണ്ടാവും, ഇതിങ്ങനെ കൈയും കൊണ്ട് ഉണ്ടാക്കണതല്ലേ. അള്ളാഹു ഒന്ന് അനുഗ്രഹിച്ചു, അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇതൊക്കെ തെറ്റിച്ചിരിക്കണ ശരി സാറൊന്നും അറിയില്ല. ഇങ്ങനെ അദ്ദുററുൽ മൻദൂം എന്ന ദീവാനിൽ നിന്നുള്ളതാണ്. പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായം ലഭിച്ചവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അറബി മലയാളം കുറച്ച് പ്രയാസമുള്ള ആളുകളുണ്ട്. അവർക്ക് ഇതാക്കണം, മലയാളത്തിൽ അർത്ഥം എഴുതിയിട്ടുണ്ട്, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി പഠിച്ച് വൃത്തിയുള്ളവരായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ പ്രായം വലിയ കുട്ടികളാണ്. അപ്പൊ നല്ല ശ്രദ്ധ വേണം. നമ്മളെ ജീവിതം നമ്മൾ നല്ല ശ്രദ്ധ വേണം. ചെറിയ തെറ്റുകൾ ചിലപ്പോൾ നമ്മളെ വലിയ കുറ്റങ്ങളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അനുസരണം, കുരുത്തം, പൊരുത്തം ഇതൊക്കെ നമ്മുടെ ജീവിത മുദ്രയാക്കണം. നാം മതവിദ്യാർത്ഥികളാണ്. നമ്മെ കണ്ട് മറ്റുള്ളവർ പാഠം ഉൾക്കൊള്ളും. ഇവിടെ പ്രശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങൾ വന്നത് കൽപ്പന കൊണ്ടല്ല, നിർബന്ധിച്ചിട്ടല്ല, ചെയ്യുന്നത് കണ്ടിട്ടാണ്.
സഹാബികൾ കേരളത്തിലേക്ക് പ്രസിദ്ധ ഇസ്ലാമുമായിട്ട് വന്നപ്പോ ഇവിടെ മുസ്ലിം ആയിക്കോ എന്ന് പറഞ്ഞതല്ല അവരുടെ ജീവിതം കണ്ടപ്പോ ഇവരെന്താ ഇങ്ങനെ അവരെ ജീവിതം കണ്ടപ്പോ ആ ജീവിതം ഇഷ്ടപ്പെട്ട് പിൻപറ്റിയവരാണ്. അങ്ങനെയാണ് ഇസ്ലാം പോലെ ഉണ്ടായത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കണ്ടിട്ടാണ് മറ്റുള്ളവര് പാഠം ഉൾക്കൊള്ളുക. അപ്പൊ ഏത് കലാലയങ്ങളിൽ നിങ്ങൾ എത്തിപ്പെട്ടാലും നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത്, റബ്ബേ, ഞാൻ നിന്റെ മതം പഠിച്ചവനാണ്, എന്നെ കണ്ടിട്ടാണ് മറ്റുള്ളവരെ മതത്തെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.